പ്രാർത്ഥിക്കാത്ത ആൾക്കാരുടെ ജീവിതത്തിലും പലതും നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും നല്ല കാര്യങ്ങൾ, ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്രാർത്ഥന അതിനേക്കാൾ എത്രയോ വലുതാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തോട് നമ്മൾ കൂടുതൽ അടുക്കാനും ദൈവത്തോടായിട്ട് സംസാരിക്കാനും ഉള്ള അവസരമാണ് പ്രാർത്ഥന. അതുവഴി നമുക്ക് നമ്മുടെ വിഷയങ്ങൾ മാറ്റാനും ഒരാളെ സംസാരിക്കാൻ ആളുണ്ടാകുന്ന തോന്നലും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളോട് സംസാരിക്കാൻ അടുക്കാൻ. അതുകൊണ്ടാണ് ദൈവം പ്രാർത്ഥന വെച്ചിരിക്കുന്നത്. അതിൽ നമുക്കൊരു സന്തോഷം കണ്ടെത്തും. നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരൊന്നുമല്ല. അപ്പോൾ എന്താണ് പ്രാർത്ഥന? സാധാരണക്കാർ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ ദൈവത്തോട് ഈ സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുന്നു, ആ സ്ഥലത്ത് നേർച്ചയിടുന്നു, എനിക്ക് കുറേ സാധിച്ചു. ചില ആൾക്കാർ പറയും നേർച്ചയിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അതാണോ ശരിക്കും പ്രാർത്ഥന? നമുക്ക് കൂടുതൽ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാം. ദൈവം ഒരു മഹാശക്തിയാണ്. ഈ ലോകത്തിലുള്ള പ്രപഞ്ചത്തിൻ്റെ മൊത്തം കൺട്രോളും അതിനെപ്പറ്റിയുള്ള അറിവുകളും നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ദൈവത്തിന് അറിയാം. ഇന്നും ഭൂതവും ഭാവി എല്ലാം ദൈവത്തിന് അറിയാം. ദൈവത്തിന് അറിയാമെന്നുള്ള ദൈവത്തിന് നമ്മൾ അങ്ങോട്ട് പോയി പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത്. പ്രാർത്ഥിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടോ? ഈവൻ ബേസിക്കായിട്ട് കണ്ണടയ്ക്കാൻ പറ്റാത്ത ആൾക്കാർ, തടസ്സങ്ങളുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ യാഥാർത്ഥ്യമാണ്. എനിക്കെന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്ന വിശ്വാസം ചിലപ്പം പറ്റില്ലായിരിക്കും. പക്ഷേ ആ സത്യം എന്നുള്ള യാഥാർത്ഥ്യം പ്രവർത്തിക്കാൻ പറ്റാത്ത അവസരത്തിലും അത് ഉദ്ഘോഷിക്കാനുള്ള നമ്മുടെ മനസ്സ് നമ്മൾ കാണിക്കണം. പല കുഴപ്പങ്ങളും നമ്മൾ പ്രാർത്ഥനയിലുണ്ട്. എന്നാൽ ഐഡിയലായിട്ടൊരു പ്രാർത്ഥന അങ്ങനെയില്ല. നമ്മുടെ മനസ്സ് തുറന്ന് ദൈവത്തോട്ട് ആത്മാർത്ഥത സംസാരിക്കുക, കുറവുകളും വിഷമങ്ങളും സംസാരിക്കുക. വേറെ ആരും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ലോകത്ത് ദൈവത്തോട് തുറന്ന് സംസാരിക്കുക. അതിനാണ് യഥാർത്ഥ പ്രാർത്ഥന. തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല, ചിലപ്പോൾ നാളെ പ്രാർത്ഥിക്കാൻ പറ്റില്ല, ചിലപ്പോൾ കണ്ണടയ്ക്കാൻ നമുക്ക് പറ്റുന്നില്ല. പ്രാർത്ഥന നമുക്ക് എവിടെയാണ് പറ്റുന്ന അവസരം? ഏതവസ്ഥയിലും, മരണത്തിൻ്റെ അവസ്ഥയിലും, ഈവൻ പാപത്തിൻ്റെ അവസ്ഥയിൽ പോലും പ്രാർത്ഥിക്കാൻ നമ്മൾ മെനക്കെടണം. നമ്മൾ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കണം. സ്വപ്നത്തിലും ഉറക്കത്തിലൊക്കെ പ്രാർത്ഥിക്കണം. പ്രത്യേകം പറയുന്നുണ്ട്, ബൈബിൾ പ്രത്യേകം പറയുന്നുണ്ട്, പ്രേ വിത്തൗട്ട് സീസിങ്, ഒരിക്കലും നിർത്താതെ പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥനയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ദൈവമായിട്ടുള്ള ബന്ധമാണ്. ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്നുണ്ടോ? റെഗുലറായിട്ട് ദൈവമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ പ്രാർത്ഥനയിൽ? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞ് നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പരാതികളും നമ്മുടെ ആവശ്യങ്ങളും ഇത് അറിയിക്കാം എന്ന് പ്രത്യേക ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നിനെ പറ്റിയും വിഷമിക്കരുത്. നമുക്ക് ആവശ്യങ്ങൾ ദൈവമായിട്ട് അറിയിക്കാം. ഫിലിപ്പിയർ 4 പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. 4:16 തോന്നുന്നു, അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. അത് നമ്മൾ മനസ്സ് ഓപ്പൺ ചെയ്യും. നമ്മൾ ദൈവത്തോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ, ദൈവസന്നിധി ചോദിക്കുമ്പോൾ, നമ്മളത് സത്യമാണോ, അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അപ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നു. ചിലപ്പോൾ റിലേഷൻഷിപ്പിന് വേണ്ടിയായിരിക്കാം, ചിലപ്പോൾ പൈസയ്ക്ക് വേണ്ടിയായിരിക്കാം, ചിലപ്പോൾ ജോലിക്ക് വേണ്ടിയായിരിക്കാം. നമ്മൾ ദൈവമായിട്ട് സംസാരിക്കുമ്പോൾ, നമ്മൾ ആ പെറ്റീഷൻ ദൈവത്തോട് പറയുമ്പോൾ, ആ നീഡ് നമ്മൾ പറയുമ്പോൾ, കംപ്ലൈൻ്റ് ആയിട്ടല്ല, അത് നമ്മുടെ ആവശ്യം അത് പറയുമ്പോൾ, നമ്മളത് ദൈവമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ നല്ലതും ചീത്തയും വശങ്ങളും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഒപ്പം തന്നെ ദൈവത്തിന് അറിയാം നിനക്കത് വേണോ വേണ്ടെന്നുള്ളത് ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം. ചിലപ്പം ആ പ്രയറിന് ചിലപ്പം ദൈവം മറുപടി തരില്ല. മറുപടി തന്നില്ലെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ദൈവത്തെ അറിയിച്ചിട്ടുണ്ട്. ദൈവം നമുക്ക് നല്ലതാണെങ്കിൽ നമുക്ക് തരും എന്ന് വിശ്വസിക്കുക. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള ഒരു സംഭവം ക്രിസ്ത്യൻ ലൈഫിലില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് എമർജൻസി സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിലുണ്ട്. ഇപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ നമുക്ക് ഡോക്ടറെ കാണിക്കണം, പെട്ടെന്ന് ചികിത്സ വേണം. അതേപോലെ അത് ഒരു എമർജൻസി സിറ്റുവേഷനാണ്. നമുക്കിപ്പോൾ ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആളുകൾ രക്ഷപ്പെട്ടു പോകണം, അതൊക്കെ എമർജൻസി സിറ്റുവേഷൻ. പക്ഷേ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞൊരു എന്താ പറയുക, ഒരു ലോങ് സത്യമാണ്. നമ്മൾ ഒരുപാട് ക്ഷമ അതിൽ കണ്ടെത്തണം. റിലേഷൻഷിപ്പിലാണെങ്കിലും, ക്രിസ്ത്യൻ റിലേഷൻഷിപ്പാണെങ്കിലും, ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പാണെങ്കിലും, ക്രിസ്ത്യൻ ലൈഫാണെങ്കിലും അത് പെട്ടെന്ന് ഉണ്ടാകുന്ന സംഭവമല്ല. അത് വളരെ സമയമെടുത്തിട്ടുണ്ടാകുന്നതാണ്. ബൈബിളിൽ തന്നെ 66 പുസ്തകങ്ങളുണ്ട്. 40 ആൾക്കാർ എഴുതിയതാണ്, പലതരത്തിലുള്ള ആൾക്കാർ എഴുതിയത്. ബൈബിൾ എന്നൊരു പുസ്തകം ഒറ്റ ദിവസം വായിച്ച് മനസ്സിലാക്കാൻ സ്പൂൺ ഫീഡിങ് ചെയ്യേണ്ടുള്ള ബുക്കല്ല. അതും വളരെ സമയമെടുത്ത് വായിക്കാനും റിഫ്ലക്റ്റ് ചെയ്യാനും പ്രെയർ ചെയ്യാനും മെഡിറ്റേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അതിൻ്റെ സത്യങ്ങൾ കണ്ടെത്താൻ. അതുപോലെ തന്നെയാണ് പ്രയർ വളരെ സമയമെടുത്ത് നമുക്ക് അതിൻ്റെ ഫലങ്ങൾ കണ്ടെത്താൻ പറ്റുള്ളൂ. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ദൈവം ശക്തനാണ്, ദൈവം ബാധ്യസ്ഥനാണ്, ദൈവം അത് തരുകയും ചെയ്യും. ചിലപ്പോൾ അതിൻ്റെ സമയം ചിലപ്പോൾ ആയിട്ടുണ്ടാവില്ല. സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ദൈവത്തിൻ്റെ ക്ലോക്കിൽ. ദൈവം ഭാവിയും പഴയ കാര്യങ്ങളും കണ്ട ആളാണ്. നിങ്ങൾ അതിലോട്ട് പോകുമ്പോൾ അതെന്താ സംഭവിക്കുന്ന ദൈവത്തിന് അറിയാം. അപ്പോൾ ചിലപ്പോൾ ദൈവം വെയിറ്റ് ചെയ്യാൻ പറയും, കൂടുതൽ അതിനെപ്പറ്റി പഠിക്കാൻ പറയും. നല്ലതാണെങ്കിൽ ചിലപ്പോൾ ദൈവം തരണമെന്നില്ല. നമ്മൾ പ്രാർത്ഥന ചിലപ്പോൾ സഫലമാവില്ല. അതാണ് സത്യം. പ്രാർത്ഥന ചിലപ്പോൾ സഫലമാവില്ല. ചിലപ്പോൾ വളരെ കാലം വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്ക്
ഇന്ന് സന്തോഷിക്കാൻ ദൈവം പല കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഇത്രയും കാലം നമ്മൾ ജീവിച്ചിരുന്നതന്നെ നമുക്ക് നന്ദിയായിട്ട്, ഒരു ഗ്രാറ്റിറ്റ്യൂഡായിട്ട് നമുക്ക് ദിവസം പറയാൻ നമുക്ക് പറ്റും. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ദൈവമേ, ഇത്തരം കാര്യങ്ങൾ ദൈവം എനിക്ക് ചെയ്തു തന്നല്ലോ, ദൈവത്തിന് നന്ദി. അത് കേൾക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒപ്പം തന്നെ ദൈവത്തിൻ്റെ രാജ്യം, നല്ലൊരു ലോകം നമ്മളിപ്പോൾ അറിയുന്നുണ്ട്. എന്തായാലും ഈ ലോകത്തുള്ള പല പ്രശ്നങ്ങളും നമ്മൾ നേരിടുന്നുണ്ട്. നിനക്കൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ രാജ്യം. അത് ഒരു മതമല്ല ഉദ്ദേശിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ ജസ്റ്റിസ് നടപ്പാക്കുന്നൊരു കാലം വരണം. അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ ഒരു ലോകം വരാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ജസ്റ്റിസ്, ഒരു മതമോ ജാതി വ്യത്യാസമില്ലാതെ ദൈവം നടത്തുന്ന ജസ്റ്റിസ്. അതെന്തായാലും ഒരു ജസ്റ്റിസേ ഉണ്ടാവുള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ എന്നുള്ളത്. ഒരു ജസ്റ്റിസ് ഉണ്ടല്ലോ, ആ ജസ്റ്റിസ് നടക്കട്ടെ, അത് നടക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിൻ്റെ രാജ്യനീതി അന്വേഷിപ്പിക്കുന്നതാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പ്രശ്നങ്ങൾ ദൈവം സോൾവ് ചെയ്യാൻ ദൈവം ശക്തനാണെന്നുള്ളത് നമ്മൾ സത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പ്രശ്നങ്ങളാണ് നമ്മളെ മനസ്സിലാക്കിയത്. പ്രശ്നങ്ങളില്ലാത്തൊരു ദൈവമാണ്, ദൈവത്തിൻ്റെ അല്ലെങ്കിൽ മാലാഖയായിരിക്കും. അപ്പോൾ ആ ഒരു വിഷമങ്ങളെ നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ ആവശ്യങ്ങളൊക്കെ ദൈവത്തെ അറിയിച്ചിട്ട് നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തിന് പോകാതെ നമ്മുടെ കിട്ടിയ നല്ല കാര്യങ്ങളൊക്കെ ദൈവത്തിന് നന്ദി പറയുകയും ഒപ്പം തന്നെ ഇനി അങ്ങോട്ടുള്ള നമ്മളെ ആവശ്യങ്ങൾ വിഷമങ്ങൾ ദൈവത്തിന് സംസാരിക്കുകയും ദൈവം നല്ല തരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്യുക. അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറഞ്ഞത്. അതിനെ തോപ്പിക്കാനായിട്ട് ഒരു ശക്തിക്കും ഈ ഭൂമിയിൽ കഴിയുകയില്ല. പിന്നെ എന്തൊക്കെയാണ് പ്രാർത്ഥനയുടെ എലമെൻറ്റ്സ് ഓഫ് പ്രെയർ? എന്തൊക്കെയാണ് പ്രാർത്ഥനയിൽ വേണ്ടത്? നമ്മൾ പ്രാർത്ഥന ഒരിക്കലും നടത്താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്, അതായത് പ്രൈവറ്റ് വിത്തൗട്ട് സീസിങ് എന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. അതായത് രാവിലെയും ഉച്ചയ്ക്കും നമുക്ക് കിട്ടുന്ന സമയത്തെല്ലാം ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് വേറെ ഒന്നും ചെയ്യില്ലെങ്കിൽ ദൈവത്തിനോട് നന്ദി പറയുക, കണ്ണടച്ച് നന്ദി പറയുക. കിടക്കുമ്പോഴും നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോഴും ചിലപ്പോൾ നമുക്ക് ദൈവത്തോട് പറയാം. അത് മുട്ടുകുത്തിരിക്കണമെന്നില്ല. എങ്ങനെ ഏത് സ്റ്റേറ്റിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ തെറ്റിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നമുക്ക് പ്രാർത്ഥിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ രാജ്യത്തിന് നീതിക്ക് വേണ്ടി അന്വേഷിക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ ചുറ്റും കാണുന്ന ആൾക്കാരുമായിട്ട് രമ്യതയിൽ പോകാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമുക്ക് ആർക്കും കടക്കാരായിട്ടിരിക്കരുത്, ആരെയും വിഷമിപ്പിക്കരുത്. അങ്ങനെയുള്ളവരടുത്ത് നമ്മൾ നിരന്നുകൊള്ളണം. തെറ്റ് പറയേണ്ടടുത്ത് നമ്മൾ ആ ബൗണ്ടറി കീപ്പ് ചെയ്യുന്നതിന് തെറ്റില്ല. നന്മയും തിന്മയും തമ്മിൽ എന്ത് ബന്ധം? വെളിച്ചൊരിട്ട് തമ്മിൽ എന്ത് ബന്ധം? എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരും ഒപ്പം ജീവിക്കുക. ഒപ്പം നന്മ, ആ മനുഷ്യരല്ല ഉദ്ദേശിക്കുന്നത്, അവരുടെ തിന്മകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് തെറ്റില്ല. അത് അവരെ വിഷമിപ്പിക്കരുത്, അവരെ എന്നേക്കായിട്ട് നമ്മൾ വെറുക്കുന്ന രീതിയിലും ആകരുത്. അതും പറയാനുള്ള ശക്തി നമ്മൾ കാണിക്കണം. അത് അവർക്ക് നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. നമ്മുടെ ഭാഗത്തും തെറ്റുണ്ടാവും, അത് നമ്മൾ തിരിച്ച് അക്സെപ്റ്റ് ചെയ്യാനും പഠിക്കണം. നമ്മൾ അഭിശാലത കാണിക്കുകയും വേണം. പിന്നെ ചില പ്രയറുകൾ നമുക്ക് ഒരിക്കലും ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. അതിനെപ്പറ്റി വിഷമിപ്പിക്കേണ്ട. അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്നു. ചിലപ്പോൾ നമ്മൾ ആ കാലത്തിൽ മരിച്ചു പോയേക്കാം. ചിലപ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ സാധിച്ചെന്ന് വരും. നമ്മുടെ ആഗ്രഹങ്ങളൊന്നും സാധിക്കണമെന്നില്ല. എല്ലാം ഒന്നും കറക്റ്റ് ആവണമെന്നില്ല. നമ്മുടെ ആഗ്രഹങ്ങളൊന്നും കറക്റ്റ് ആവണം. നമ്മൾ ചിന്ത കൊണ്ട്, നമ്മൾ ഈ ഇമോഷൻസ് കൊണ്ട് ചിന്തിക്കുന്ന ആഗ്രഹങ്ങളെന്നല്ല ആൾക്കാരെ കാണിക്കുന്നത്. നമ്മൾ ചുറ്റോട്ട് ഇമ്മീഡിയറ്റായിട്ടുള്ള സമയത്തും ഇമ്മീഡിയറ്റായിട്ടുള്ള നമ്മുടെ ആൾക്കാരുടെ പരിചയം, ഇമ്മീഡിയറ്റായിട്ടുള്ള നമ്മുടെ ജോലിയും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അതൊന്നും ആയിരിക്കില്ല യഥാർത്ഥ ഗോൾസ്. നമ്മൾ എപ്പോഴാണ് ദൈവത്തിൽ അലൈൻ ചെയ്യുന്നത്, അപ്പോൾ ശരിക്കും ഗോൾസ് വരും. ഗോൾസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ഒരു വലിയൊരു സംഭവമായി മാറണമെന്നോ അങ്ങനെയൊക്കെ നമ്മൾ കൊച്ചിൽ ആഗ്രഹിക്കും. പക്ഷേ അതിനേക്കാളും ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ലൈഫ് ദൈവം നമുക്ക് തരും. നമ്മൾ നാളെ മരിച്ചു പോയാലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും. എന്താ പറ്റിയെന്നുള്ളത് ഇപ്പം തന്നെ ദൈവത്തോട് നിരന്നുകൊണ്ടോ ആ പ്രാർത്ഥനയിലാണ്. ഇന്ന് നിങ്ങളുടെ മനസ്സെല്ലാം ദൈവത്തിലേക്ക് ഓപ്പൺ ചെയ്യുക. ദൈവമേ, ഇത്രയും കാലം ദൈവം ചെയ്തതിന് നന്ദി. എനിക്ക് ദിവസവും അന്നേക്കുള്ള ആഹാരവും അന്നേക്കുള്ള ജീവിക്കാനുള്ള ശക്തിയും അദ്ദേഹം തരണമേ. ആ പ്രത്യേക ബൈബിളിൽ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണ്. സ്വർഗ്ഗസ്ഥങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥനയെ തന്നെ പറഞ്ഞത്. അന്നേക്കായിട്ട് ജീവിക്കാനുള്ള ആഹാരവും അന്നേക്ക് ജീവിക്കാനുള്ള സിറ്റുവേഷൻസ്, സ്നേഹമുള്ള ആൾക്കാരെ എനിക്ക് പ്രൊവൈഡ് ചെയ്യണേ. എൻ്റെ കൂട്ടുകാരെ പറയാനും ബുദ്ധിമുട്ടുകൾ പറയാനും കാര്യങ്ങൾ കേൾക്കാനും എന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. അമ്മയ്ക്കും അച്ഛനും ജീവിത പങ്കാളിക്കും കുട്ടികൾക്കും ഫ്രണ്ട്സിനും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ, എത്ര ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ അവരുടെ തിരിച്ച് ഒരു നന്മ കാണിച്ചില്ലെങ്കിൽ അവർ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളെ ചുറ്റും എപ്പോഴും കാണുന്നുണ്ട്. എന്തെങ്കിലും നമ്മളൊരു ഉപകാരം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് അതിലുണ്ട്. നമുക്ക് ചെയ്ത ആൾക്കാർക്ക് നമുക്ക് ഉപകാരം ചെയ്യാൻ പറ്റിയിട്ടില്ല. അവരൊക്കെ ദൈവം തന്നതാണ്. അതിനൊക്കെ നമ്മൾ നന്ദി പറയുക. നമ്മളൊന്നും ആരുമല്ല. നമ്മൾ ജനിച്ചപ്പോൾ നമ്മൾ ഒന്നുമല്ലാണ് ജനിച്ചത്. നമ്മളെ എടുത്ത് വളർത്തിയ ആൾക്കാരുണ്ട്, അച്ഛനും അമ്മയും ചുറ്റുമുള്ള ആൾക്കാരുണ്ട്. അവർ പറഞ്ഞ നോളജാണ് നമ്മുടെ നോളജ്. മനസ്സിലാക്കിയോ? ടീച്ചർമാരാണെങ്കിലും
സ്ട്രേഞ്ചേഴ്സാണ്. അപ്പം നമുക്കൊന്നും തന്നെയില്ല എന്നും പറഞ്ഞ് നമ്മൾ എന്താ പറയുക ക്ഷമിക്കാതെ നമുക്കൊന്നും വാല്യൂ ഇല്ലാത്തവരുമല്ല. നമ്മൾ വാല്യൂ ഉണ്ട്. നമുക്ക് ദൈവമാണ് നമുക്ക് വാല്യൂ തരുന്നത്. ഈ സമൂഹം നമ്മൾ മൃഗങ്ങളായിട്ട് മനുഷ്യരുടെ മൃഗങ്ങളെന്ന് പഠിപ്പിക്കുന്നു. നമുക്ക് എവിടെ വാല്യൂ കിട്ടുന്നത്? ദൈവം നമുക്ക് വാല്യൂ ഒന്നുണ്ടാണ്. നമ്മൾ മൃഗങ്ങൾ തന്നെയാണ്. ബേസിക്കലി നമ്മൾ മൃഗങ്ങൾ തന്നെയാണ്. DNA എടുത്ത് നോക്കിയാലും ബ്ലഡ് എടുത്ത് നോക്കിയാലും നമ്മൾ മൃഗങ്ങൾ തന്നെയാണ്. ആ മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളെ പോലെ അല്ല നമ്മൾ ജീവിക്കുന്നത്. മാന്യമായിട്ട് ഡ്രസ്സ് ചെയ്ത് മാന്യമായിട്ട് ജോലി കണ്ടെത്തി കുടുംബമായിട്ട് ജീവിക്കുന്നു. ഇല്ലാത്തവരെയൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. അവരെല്ലാം നല്ലതിലേക്ക് തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അങ്ങനെ ജീവിക്കുന്നത് തന്നെ എന്തുമാത്രം വലിയ മുന്നേറ്റമാണ്. ആ ഫ്ലഷ് സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ഇത്ര മാത്രം മാനസികമായിട്ട് മുന്നേറി, സിവിലൈസേഷനായിട്ട് മുന്നേറി. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആ നീതിയുണ്ട് ഭൂമിയിൽ തന്നെ. സ്വർഗത്തിൽ നല്ലോണം നീതിയുണ്ട്, ഭൂമിയിൽ തന്നെ നമുക്ക് നീതിയുണ്ട്. മൃഗങ്ങൾക്ക് അങ്ങനത്തെ നീതിയൊന്നുമില്ല. ആൾ വിരുന്നും ജീവിക്കുന്നു, നാളെ മരിക്കുന്നു, വേറെ ഒന്നുമില്ല. ഒരു ലെഗസി ഇല്ല. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ലെഗസിയെങ്കിലും ഉണ്ട്. അതെല്ലാം ദൈവത്തിന് നന്ദി പറയേണ്ട കാര്യങ്ങളാണ്. നമ്മൾ വാല്യൂ ഉള്ളവരാണ്. നമ്മളൊന്നുമില്ലാത്ത മരിക്കാൻ വേണ്ടി ജനിച്ചവരല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുക. എല്ലാത്തിനും ഓപ്പൺ ചെയ്യുക. എല്ലാ ഫിലോസഫിക്കൽ ഡിബേറ്റ്സിനും ഓപ്പൺ ചെയ്യുക. നമ്മുടെ മാത്രം ശരിയെന്നല്ല, മറ്റുള്ളവരുടെ കാര്യങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനൊരു ബൗണ്ടറി എന്നാൽ കീപ്പ് ചെയ്യണം. ഇരുട്ടും വെളിച്ചവും ഒരിക്കലും ചേരാൻ പാടില്ല. അക്സെപ്റ്റ് ചെയ്യണം. അവരെ മനസ്സിലാക്കണം. അവരുടെ ഭാഗങ്ങൾ, അവരുടെ ന്യായീകരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ കൺവിക്ഷൻ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. എല്ലാവർക്കും നന്മ കൊടുക്കാം. ഇത്രയാണ് എനിക്ക് പ്രേരണയെ പറ്റി പറയാനുള്ളത്. എല്ലാവർക്കും നന്മ വരട്ടെ. ഇത് നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വാസത്തോടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അമേൻ.